അപ്പോൾ എല്ലാവർക്കും ഹായ്. ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് അത് വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ബൗളൊന്ന് പൊട്ടിച്ച് ഈ കൂണൊക്കെ ഒന്നെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കൂൺ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് മേടിക്കുന്നത്. നമ്മളിത് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതിന് നന്നായിട്ട് ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല വിളവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ആദ്യമായിട്ട് മേടിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് വെച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ദേ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂണ് ദേ ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാലക്കാടാണുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി മണ്ണടുപ്പിൽ തീ കത്തിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തീയൊക്കെ നന്നായി കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ദേ ചീനിച്ചട്ടി നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. നമ്മളൊരു 5 സബോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേ നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള നന്നായിട്ട് വഴന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ കൂൺ കറി മാത്രമല്ല, നമ്മൾ എന്ത് കറി വയ്ക്കുകയാണെങ്കിലും സബോള നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. നമ്മുടെ സബോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൂണൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് വയ്ക്കാം. നമ്മൾ ഈ കൂണ് നേരത്തെ നന്നായിട്ട് വൃത്തിയായി കഴുകി വെച്ചതായിരുന്നു. ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് പുറത്തുനിന്ന് മേടിച്ചതല്ലേ എന്ന് ഓർത്തിട്ടാണ്. ഇതേ നമ്മുടെ സബോള കുറേശ്ശായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇതേ ഈ ഒരു പരുവത്തിൽ നമ്മൾ സബോള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മൾ വലിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചിട്ട് വേറൊരു ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മുടെ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികൾ തനിയെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക കളറും ഉണ്ടാവും, ടേസ്റ്റും കൂടും. വറുത്തെടുത്ത് കഴിഞ്ഞ് നമ്മൾ ആ കറിയിൽ ചേർക്കുമ്പോൾ നമ്മളിതിലേക്ക് ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കടകളിലൊക്കെ കൂൺ മസാലയൊക്കെ കിട്ടുന്ന തോന്നുന്നത്, നമ്മൾ മേടിച്ചിട്ടൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് വഴറ്റി വെച്ച് കൂട്ടിലേക്ക് ഈ മുളക് പൊടി അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി പൊടികൾ വറുക്കണ കൂട്ടത്തിൽ ചേർക്കണമെന്നൊന്നുമില്ല. പിന്നെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇറക്കി കഴിയുമ്പോൾ ചേർത്തിട്ട് ഇളക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ഇങ്ങനെ പെട്ടത്. മഞ്ഞൾപ്പൊടി പാകത്തിനാണെങ്കിൽ അതിൻ്റെ പച്ചമണം പെട്ടെന്ന് മാറും. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ കൂടുമ്പോഴായിരുന്നു അത് കുന്നി പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കൂണ് മഞ്ഞൾപ്പൊടിയിലിട്ട് വെച്ചത് കഴുകി വാരി നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി നമ്മുടെ ഗ്രേവിയുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ കൂണിനൊക്കെ നല്ല വേവുള്ളതല്ലേ, അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ടി വരും. എന്തായാലും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടിപൊളിയാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ നമ്മളിത് വരട്ടിയെടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഗ്രേവിയോടെ വയ്ക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചൂടായ കറിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടിപ്പ് വർക്കാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോളും. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ അടച്ചു വെച്ചത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കുന്നത്. അതേ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മുളക് പൊടിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നോക്കാം. മുളക് പൊടി കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഇടണമെന്നില്ല. നമ്മൾ കുറച്ച് കുരുമുളക് പൊടി തൂക്കി കൊടുത്താൽ മതി. ഇത് അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാം. നമ്മളിപ്പോൾ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ കറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, അതുപോലെ സ്പൈസിയുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.